നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ് പത്തനംതിട്ട അനാഥാലയത്തിലെ ഉദയ ഗിരിജയുടെയും അനാമിക വിഷ്ണു എന്ന് പറയപ്പെടുന്ന രണ്ട് മക്കളുടെയും പേരുകൾ. ഒരു അനാഥാലയത്തിൻ്റെ നടത്തിപ്പ് എത്രത്തോളം പ്രാക്ടിക്കലി ബുദ്ധിമുട്ടോടു കൂടിയാണ് നടത്തുന്നതെന്ന് ഓരോ മനുഷ്യനും ചിന്തിച്ചാൽ അറിയാം. എന്നാൽ ഇതിനപ്പുറമായിട്ട് അതിനുള്ളിൽ നടക്കുന്ന ചില തട്ടിപ്പുകളെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അനാമിക വിഷ്ണു എന്ന് പറയപ്പെടുന്ന അനാമിക എന്ന പെൺകുട്ടി അനാഥാലയത്തിൽ താമസിച്ചു വന്നിരുന്നൊരു പെൺകുട്ടിയായിരുന്നു. സ്വന്തം മകനെ കൊണ്ട് ഉദയഗിരിജ അനാമികയെ വിവാഹം കഴിപ്പിച്ചു. അങ്ങനെ അനാമിക വിഷ്ണുവായി മാറി. ഇവരുടെ യൂട്യൂബ് ചാനലുകളാണ് ആദ്യം മുതൽ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയത്. കാരണം വിവാഹം തന്നെ വളരെയധികം എല്ലാവരുടെ മനസ്സിലും ആദരവും സ്നേഹവും വളരെ സന്തോഷവും കൊടുത്തിരുന്ന ഒരു കാര്യമായിരുന്നു. ഒരു അനാഥാലയത്തിലെ പെൺകുട്ടിക്ക് സ്വന്തം മകനെ വിവാഹം കഴിച്ചു കൊടുക്കുക എന്ന് പറയുന്നതിൽ പരം സന്തോഷമുളവാക്കുന്ന ഒരു വസ്തുതയില്ല. അതുകൊണ്ട് തന്നെ ഉദയഗിരിജ എന്ന വ്യക്തി വളരെ ആദരിക്കപ്പെട്ടും ബഹുമാനിക്കപ്പെട്ടുമാണ് ഈ ദിവസങ്ങളിൽ ഓരോ മനസ്സിലും ഇടം നേടിയത്. എന്നാൽ പോകെ പോകെ അനാമിക വിഷ്ണു എന്ന പെൺകുട്ടി അവരുടെ യൂട്യൂബ് ചാനലിൽ വഴി തൻ്റെ പ്രഗ്നൻസിയെക്കുറിച്ചും തുറന്നുള്ള ഡെലിവറിയെക്കുറിച്ചും ഒക്കെ വെളിപ്പെടുത്തുകയുണ്ടായി. 7ാം മാസത്തിൽ നടന്ന ഈ ഡെലിവറിയാണ് ഓരോ ആളുകളും ശ്രദ്ധിക്കാൻ തുടങ്ങിയതും തുടർന്ന് നടന്ന ഉദയഗിരിജയുടെ വിവാഹവും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. ഇതിനോടകം തന്നെ ഈ അനാഥാലയത്തിൽ സ്വന്തം മകനാൽ പീഡിപ്പിക്കപ്പെട്ടാണോ അനാമിക വിഷ്ണു ഗർഭിണിയായത്, അല്ലെങ്കിൽ 18 വയസ്സ് ഈ കുട്ടിക്ക് ആ സമയത്തുണ്ടായിരുന്നില്ല എന്നുള്ള സംശയം ആളുകൾക്കുണ്ടായി. അങ്ങനെ അത് വളരെയധികം യൂട്യൂബ് ചാനലുകൾ എടുത്തിടുകയും അതിനെക്കുറിച്ച് ചർച്ചകളൊക്കെ നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒടുവിൽ സത്യമായി തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അനാമിക വിഷ്ണു എന്ന പെൺകുട്ടി 18 വയസ്സിന് മുൻപിൽ തന്നെ പീഡിപ്പിക്കപ്പെട്ടു. വിഷ്ണു പോക്സോ കേസിൽ അറസ്റ്റിലാകും തുടങ്ങിയുള്ള വിവരങ്ങളൊക്കെയും സത്യസന്ധമാണോ എന്നറിയില്ലെങ്കിൽ കൂടിയും ഇവരെയും ഇവരുടെ പ്രവർത്തനങ്ങളെയും സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പത്തനാപുരത്തുള്ള ആളുകളും ഇവരുടെ അനാഥാലയത്തിൽ ജോലി ചെയ്ത് പുറത്തേക്ക് പോയ ആളുകളുമൊക്കെ വസ്തുതാപരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെയും പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നു. അനാമിക 18 വയസ്സിന് മുൻപിൽ തന്നെ പീഡിപ്പിക്കപ്പെട്ടിരുന്നു എങ്കിൽ, അഥവാ ഇനി 18 വയസ്സിന് മുൻപിൽ തന്നെ ഈ കുട്ടി ഗർഭിണിയായതിനു ശേഷമാണോ വിഷ്ണു വിവാഹം കഴിച്ചത്, ആണെങ്കിൽ പോക്സോ കേസിൽ അറസ്റ്റിലാകുമെന്ന് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ഉദയഗിരിജ എന്ന വ്യക്തിക്ക് ഓരോ മനുഷ്യനും അവരുടെ മനസ്സിൽ നല്ല പത്തനാപുരംകാർ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എങ്കിലും ആളുകൾ, പുറം ലോകം യൂട്യൂബിലൂടെ കണ്ടിരുന്ന ആളുകൾ, അല്ലെങ്കിൽ അവരെ സഹായിച്ചു കൊണ്ടിരുന്ന വ്യക്തികളൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയും വളരെ മനസ്സിൽ അവരുടെ ആ ഒരു പ്രവൃത്തിക്ക് പുണ്യം കൊടുത്തുകൊണ്ടാണ് ഇത്രയും നാൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ പോകെ പോകെ ഇവരുടെ ചരിത്രമൊക്കെയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വളരെ ഞെട്ടലുളവാക്കുന്നതാണ്. ഇവരുടെ വിവാഹവും ഇവരുടെ ജീവിതവും ഒന്നും ശരിയായ രീതിയിലല്ല തുടങ്ങിയ വിമർശനങ്ങളൊക്കെയും ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇത് കേൾക്കുന്ന സാധാരണക്കാരായ ആളുകളുടെ ഉള്ളിൽ ഒരൊറ്റ ചിന്തയേ ഉള്ളൂ: ഇവരാരും തെറ്റ് ചെയ്തവർ അല്ലാതെ ഇരിക്കട്ടെ. ഉദയഗിരിജയും അവരുടെ മക്കളുമൊന്നും തെറ്റുകാരായി കാണാൻ ആരും ആഗ്രഹിക്കുന്നില്ല. വിഷ്ണു അനാമികയെ വിവാഹം കഴിച്ചു, വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു. അവർക്കൊരു കുഞ്ഞും ജനിച്ചു. ഇനിയും അവരുടെ ജീവിതം സന്തോഷകരമായിട്ട് മുൻപോട്ട് പോകട്ടെ. ഉദയഗിരിജയും വിവാഹം കഴിച്ചു. അവരുടെ ജീവിതവും സന്തോഷകരമായിട്ട് മുൻപോട്ട് പോകേണ്ട ചില ഘട്ടങ്ങളിലൂടെയാണ് അവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തെറ്റുകൾ ഇവരുടെ ഇടയിൽ ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെയും ആഗ്രഹിക്കുന്നു. അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ.